ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ സാഹചര്യത്തെയും കഴിവുകളെയും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് നമുക്കെല്ലാവരെയും ഒരേപോലെ കാണാനൊക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്, അതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 40 എന്ന് പറയുമ്പോൾ കറക്റ്റ് അത് തന്നെ ആകണമെന്നില്ല, 2-3 വർഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. അപ്പോൾ ഈ സമയത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇമോഷൻസും ഒരുപോലെ ബാലൻസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും. എന്ന് വെച്ചാൽ നല്ല കാമവും വികാരവും ഒക്കെ ഉണ്ട്, എന്നാൽ അതിൻ്റെ ചില നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. അതിനകത്ത് വളരെ കോൺഷ്യസുമാണ്. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ളൊരു മച്യൂരിറ്റി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചില രീതികളോട് ഒരു പ്രത്യേക ഇഷ്ടവും അഭിനിവേശവും ഒക്കെ കാണിക്കാറുണ്ട്. തന്നെയല്ല, ഒരു മാസത്തിൽ ചില ദിവസങ്ങളിൽ കാമപരമായിട്ട് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വാഗൊണ്ട് ചെയ്യുന്ന രീതി, മുകളിൽ വരുന്ന രീതിയൊക്കെ പ്രിയപ്പെട്ടതായിട്ട് മാറാൻ പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, വികാരപരമായിട്ടുള്ള ഏത് കാര്യവും തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു പ്രത്യേക കഴിവും താല്പര്യമൊക്കെ വരാൻ കാരണം ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനവും സാഹചര്യങ്ങളുമാണ്. തന്നെയല്ല, ഈ സമയത്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു മച്യൂരിറ്റി ഉണ്ട്. അതുപോലെ സ്വന്തം വികാര വിചാരങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, അതിനൊരു പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം ഈ സമയത്ത് പൊതുവെ കുറച്ച് കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനം അത് കുറച്ച് ധൈര്യവും കാമവും ഒക്കെ കൂടുതൽ തോന്നിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ കയറുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും. തന്നെയല്ല, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പങ്കാളിയോടായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. കാരണം അവർക്ക് ഈ സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്ട്രോക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും പങ്കാളിയുടെ ഇഷ്ടം നേടാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇവർക്കുണ്ട്. പങ്കാളിയെ കെയർ ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും കാമത്തിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഇവരൊരു പ്രത്യേക ഊർജം കാണിക്കാറുണ്ട്. ഇവരുടെ സൗഹൃദത്തിന് വേണ്ടി പല പുരുഷന്മാരും കൊതിക്കാറുണ്ട്. അതുപോലെ അവർക്കിഷ്ടപ്പെട്ടവരോടുള്ള നോട്ടം, സംസാരം, റെസ്പോൺസ് ഒക്കെ തന്നെ പുരുഷന്മാരിലൊരു പ്രത്യേക മൂഡുണ്ടാക്കുന്നുണ്ട്. തന്നെയല്ല, വാഗൊണ്ട് ചെയ്യുന്ന സമയത്ത് ചില ഇഷ്ടങ്ങൾ ഇൻഡയറക്റ്റ് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. ഈ സമയത്ത് നാവ് മാത്രം പോരാ, പല്ലുകൾ കൊണ്ടും പല ക്രിയകളും ചെയ്യാനുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിനകത്ത് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതിങ്ങനെ ആർത്തിയോടെയും രുചിയോടെയൊക്കെ തിന്നുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ ഒരലസതയോടെ താല്പര്യമില്ലാതെ തിന്നുന്നതും, എന്നാൽ നല്ല കൊതിയോടെ ഇഷ്ടത്തോടെ വിശപ്പോടെ തിന്നുന്നതും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ പങ്കാളിയെ കൊണ്ട് അവരെ ഇഷ്ടപ്പെടുത്തിക്കാം അതാണ് നോക്കുന്നത്. അതുപോലെ ഒരു സോഫ്റ്റ് നേച്ചറിൽ നിന്നും ഹാർഡ് നേച്ചറിലേക്ക് മാറാനുള്ളൊരു ടെൻഡൻസി ഇവർ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രകൃതി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും വികാരമുണ്ട്. പക്ഷേ എല്ലാവരും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. കാരണം ഓരോരുത്തരും അവരുടെ സമയത്തെ, ഊർജത്തെ, കഴിവുകളെയൊക്കെ ഓരോരോ കാര്യത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഇനി മറ്റാരുടെയെങ്കിലും സഹായമില്ലെങ്കിൽ പോലും സ്വയം അതിനകത്ത് പല കാര്യങ്ങളും ചെയ്ത് സംതൃപ്തി കണ്ടെത്തുന്നവരുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് ചെയ്യണമെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ സന്തോഷം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും ലക്ഷ്യം രതിമൂർച്ചയിൽ കൂടിയുള്ള ഒരു സംതൃപ്തിയാണെങ്കിലും അതിനകത്ത് എങ്ങനെ എത്തുന്നു അതാണ് പ്രധാനം. ആ ഒരു കാര്യം വളരെ പേഴ്സണലാണ്, ഒരു വ്യക്തി സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ചിലരെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ നല്ലൊരു സമയം വെറുതെ ഇരുന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും ഗോസിപ്പ് പറയാനും ഒക്കെ മാറ്റി വെക്കുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി സ്വയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പറയുന്നത് സെക്സ് മാത്രമാണോ സന്തോഷമുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ചില സമയങ്ങളിൽ ഇതിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ ശരീരവും മനസ്സും ശക്തമായിട്ടത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോണുകളും നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അത് ചെയ്യുന്നു, എത്രത്തോളം ആസ്വദിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.